ഒരു പരിഹാരക്രിയ ഇവിടെ നടക്കില്ല. സമ്മതിക്കില്ല ഈ വിലാസിനി. നിന്റെ ശനി ഈ ഞാനാ. അത് പരിഹാരക്രിയയിലൂടെ മാറില്ല. നിന്നെ കൊണ്ടേ പോകൂ. ഏത് വിധേനയും ആ നവഗ്രഹ പൂജ മുടക്കണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? ആന്റി, ആന്റി, ഇവിടുത്തെ ജോലിക്കാരിയില്ലേ കല്യാണി, അവള് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നീ കാര്യം പറ. ആന്റി, ഞാൻ രാവിലെ ഒരു ബുൾസെ ചോദിച്ചപ്പോഴേ ഉണ്ടാക്കി തരാൻ പറ്റില്ലാന്ന്. അവക്ക് ഇന്നെന്തോ നവഗ്രഹ പൂജയുണ്ട്, അവൾ അതിന്റെ വ്രതത്തിലാണ് പോലും. അവള് വ്രതത്തിലാണെന്ന് പറഞ്ഞോ? ആ പറഞ്ഞു ആന്റി. അവള് കള്ളം പറയുന്നതാ. അവക്ക് പൂജയും വ്രതം ഒന്നുമില്ല. കൊള്ളാം. അവളുടെ നവഗ്രഹ പൂജ എങ്ങനെ മുടക്കാന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. നീ തന്ന ഐഡിയ കൊള്ളാം. ഞാൻ പറഞ്ഞത് ഐഡിയ ആയിരുന്നോ? ആന്റി എന്തൊക്കെയായി പറയുന്നത്? ഞാൻ എന്ത് ഐഡിയ പറഞ്ഞെന്നാ? എടി, നിനക്കിപ്പോ ബുൾസൈ കിട്ടിയ പോരെ? ആ അത് മതി. ബുൾസൈ കിട്ടോ? എന്തിനാടി ബുൾസൈ മാത്രം ആക്കുന്നേ? ആന്റി അവളെ കൊണ്ട് നിനക്ക് ചിക്കൻ ഫ്രൈ കൂടി ഉണ്ടാക്കി തരിക്കാം. പോരെ? എങ്കി നീ വാ. നിക്കടി അവിടെ. എന്താടി ഒരു മൈൻഡ് ഇല്ലാത്തത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ രക്തം ശരീരത്തിലൂടെ ഓടുന്നോണ്ട് ആരെയും അനുസരിക്കണ്ടെന്നാണോ? അതോ നീ സ്വയം അങ്ങ് റാണി ചമയുവാണോ? മാഡം, ഞാൻ അങ്ങനെയൊന്നും. അയ്യോ, പാവത്തെ പോലെ അഭിനയിച്ച് കാര്യം സാധിക്കുന്ന നിന്റെ ആ തന്ത്രം നീ ഇങ്ങോട്ട് ഇറക്കണ്ട. അതൊക്കെ നീ വേറെ ആരോടെങ്കിലും ചെന്ന് കാണിച്ചാ മതി. ഇതേ ആള് വേറെയാ. തൃച്ചംബരത്ത് വിലാസിനി എന്ന് പറയും. അല്ല, ഈ ജയന്തിയെ ഒരു ചെറിയൊരു ബുൾസ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞപ്പോഴേ പറ്റില്ല എന്ന് പറഞ്ഞു നീ.